സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത മലയാളികൾ വിരളമാണ്. പ്രായഭേദമന്യേ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായാണ് സോഷ്യൽ മീഡിയയെ കാണുന്നത്. എന്നാൽ ആ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണെങ്കിലോ? മലയാളികൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാനോ സൈബർ ബുള്ളിങ്ങിനെ നിസ്സാരമായി തള്ളിക്കളയാനോ സാധിക്കില്ല. സിനിമാ മേഖലയിലുള്ളവർ മുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ സൈബർ ബുള്ളിങ്ങിന്റെ ഇരകളാണ്. സൈബർ ആക്രമണത്തിന് ഇരയായതിന്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളുടെ ആദ്യ പട്ടികയിൽ തന്നെ ഇന്ത്യയുണ്ട്. ഏറ്റവും അപമാനകരമായ ഒന്ന്, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടന്ന 52 സൈബർ ബുള്ളിംഗ് കേസാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയെയും തുല്യതയെയും വാനോളം പുകഴ്ത്തുന്ന കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനതയുടെ ഏറ്റവും നിലവാരമില്ലാത്ത ഒന്ന്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വ്യക്തിഹത്യ ചെയ്യുന്നത് വഴി ഇവർക്കൊക്കെ എന്താണ് ലഭിക്കുന്നത്? കുറച്ചു നാൾ മുമ്പ് ആത്മഹത്യ ചെയ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യക്ക് പിന്നിലും സൈബർ ബുള്ളിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ എല്ലാവരും കൂടി ഒരാളെ കൂടി കൊന്നു. നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് ഇങ്ങനെയാണ്. നിരന്തരമായി സൈബർ ആക്രമണം നടത്തി അവരെ ഡിപ്രഷനിലേക്കും മരണത്തിലേക്കും നയിക്കുകയാണ് ഇവരൊക്കെ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. ഈ സ്ക്രീനിനപ്പുറത്തുള്ളതും പച്ചയായ മനുഷ്യർ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നടി മീര നന്ദന്റെ വിവാഹം കഴിഞ്ഞത്. വരനോടൊപ്പമുള്ള ചിത്രം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കടുത്ത സൈബർ ആക്രമണമാണ് അവർ നേരിട്ടത്. ബോഡി ഷേമിങ്ങിന്റെ എക്സ്ട്രീം വേർഷൻ. വിദ്യാസമ്പന്നരായ മലയാളികളാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും മോശമായിട്ടുള്ള കമന്റുകൾ ഇട്ടത്. മനുഷ്യന്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് കളിയാക്കുന്നത് കൊലപാതകത്തിനോളം പോകുന്നൊരു ക്രൈമാണെന്ന് ഈ കൂട്ടർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അന്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഏറ്റവും മോശം വൃത്തികേട് പറയുന്നത് ഇത്തരക്കാരുടെ ഹോബിയാണ്. ബാലതാരമായ ദേവനന്ദ എന്ന കുട്ടി പോലും ഇവരുടെയൊക്കെ കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയായവരാണ്. പ്രായഭേദമന്യേ ഒരു ദയയും ഇല്ലാതെയുള്ള കടന്നാക്രമണം. ഇങ്ങനെ സൈബർ ആക്രമണത്തിന് ഇരയായവർ നിരവധിയാണ്. എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് വിദ്യാസമ്പന്നരുടെ നാടാണിതെന്ന്? സോഷ്യൽ മീഡിയ എന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ അത്രത്തോളം അപകടം പറ്റിയിരിക്കുന്നതുമാണ്. ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി എടുത്തേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പറയുന്നത് നല്ലത് തന്നെ, പക്ഷെ അതൊരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തെ കടന്നാക്രമിച്ചുകൊണ്ടാകരുത്. ഓൺലൈനിലൂടെയുള്ള ഭീഷണിപ്പെടുത്തലും ചീത്തവിളിയും ഒക്കെ സൈബർ ബുള്ളിംഗ് ആണ്. ഏത് ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഉപയോഗിച്ചുള്ള ഭീഷണിപ്പെടുത്തലുകളും ഇതിന്റെ പരിധിയിൽ വരുന്നു. സൈബർ ആക്രമണം നേരിട്ടാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക. സൈബർ ബുള്ളിംഗ് നടന്നതിന്റെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ബാക്കിയുള്ള നടപടികൾ അവർ പൂർത്തിയാക്കും. ഇങ്ങനെയുള്ളവർക്കെതിരെ അപ്പോൾ തന്നെ മറുപടി കൊടുത്തേ മതിയാകൂ. You are watching India's first NGO television, Malanadu TV India.